പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരെ പോക്കറ്റടിക്കാർ എന്ന് വിളിച്ചതിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിച്ച് ഡൽഹി ഹൈക്കോടതി. രാഹുൽ നടത്തിയ പ്രയോഗം തെറ്റാണെന്ന് നിരീക്ഷിച്ച കോടതി നടപടിയെടുക്കാൻ കമ്മീഷന് 8 ആഴ്ചത്തെ സമയം നൽകി. രാജസ്ഥാനിലെ നദ്ബായയിൽ പ്രസംഗത്തിനിടെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആ പരാമർശം. ആ പ്രസംഗം ഇങ്ങനെയാണ്: പോക്കറ്റടിക്കാർ 3 പേരുടെ സംഘമായാണ് വരിക. ആദ്യത്തെയാൾ അസാധാരണമായ കാര്യങ്ങൾ പറഞ്ഞ് ശ്രദ്ധ തിരിക്കും, രണ്ടാമൻ പോക്കറ്റടിക്കും, മൂന്നാമൻ നിരീക്ഷിക്കും. നിങ്ങൾ പോക്കറ്റടി എതിർക്കുന്നുണ്ടെന്ന് കണ്ടാൽ അയാൾ നിങ്ങളെ ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. ഇവിടെ ശ്രദ്ധ തിരിക്കുന്നത് നരേന്ദ്രമോദിയാണ്, പോക്കറ്റടിക്കുന്നത് അദാനിയും, ഇരകളെ ഭീഷണിപ്പെടുത്തുന്നത് അമിത്ഷായുമെന്നായിരുന്നു രാഹുൽ പ്രസംഗത്തിൽ പറഞ്ഞത്. മോദിയെ കൂടാതെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഗൗതം അദാനി എന്നിവരെയാണ് രാഹുൽ പോക്കറ്റടിക്കാർ എന്ന് വിശേഷിപ്പിച്ചത്. പരാമർശത്തിൽ നവംബർ 23-ന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചിരുന്നു. നവംബർ 25-നകം മറുപടി നൽകണമെന്ന് നിർദ്ദേശിച്ചുവെങ്കിലും രാഹുൽ വിശദീകരണമൊന്നും നൽകിയില്ല. ഈ സാഹചര്യത്തിലാണ് നടപടിയെടുക്കാൻ കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകിയത്. അതേസമയം രാഹുലിനെതിരെ എന്ത് നടപടിയെടുക്കണമെന്നത് സംബന്ധിച്ച് കോടതി നിർദ്ദേശം നൽകിയിട്ടില്ല. പ്രകോപനപരമായ പ്രസംഗം നടത്തിയ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പൊതു താൽപര്യ ഹർജിയായിരുന്നു ഡൽഹി കോടതിയിൽ സമർപ്പിക്കപ്പെട്ടത്. നേരത്തെ വിഷയത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. വളരെ മുതിർന്ന നേതാവിന് നേരെ ഇത്തരമൊരു ഭാഷ പ്രയോഗിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും വ്യവസായികൾക്ക് 14 ലക്ഷം കോടി രൂപ ഇളവ് നൽകിയെന്ന ഗാന്ധിയുടെ ആരോപണം വസ്തുതകളിൽ നിന്ന് ഉരുതിരിഞ്ഞതല്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയിൽ BJP പറഞ്ഞു. വ്യവസായികൾക്ക് 14 ലക്ഷം കോടി രൂപ ഇളവ് നൽകിയെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും BJP പരാതിയിൽ പറയുന്നുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം അനുസരിച്ച് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ സ്ഥിരീകരിക്കാത്ത ആരോപണങ്ങൾ ഉന്നയിക്കാൻ നേതാക്കൾക്ക് അനുവാദമില്ലെന്ന് കാണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയക്കുകയായിരുന്നു. ഏതായാലും ഒന്നിനു പിറകെ ഒന്നായി ഓരോ പ്രശ്നങ്ങൾ രാഹുലിനെയും പാർട്ടിയെയും വേട്ടയാടുകയാണ്. ഇതെല്ലാം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം.